ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇഫ്താറിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പോളയാണിത്. 4 മണി ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ആം ഷാജഹാൻ കരീം. ടേസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്പെഷ്യൽ പോള ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതുപോലെ 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് ബ്രെഡിന്റെ വശങ്ങളെല്ലാം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നീക്കുക. അതിനുശേഷം ചെറിയ പീസുകളായി മുറിച്ച് ഇതുപോലൊരു ചോപ്പറിനകത്തോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിനകത്തോ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നന്നായി പൊടിച്ച ഈ ബ്രെഡിനെ നമുക്കിനി മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് വലിപ്പമുള്ള 4 കോഴിമുട്ടയാണ്. ഈ കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഈ മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായി ഒന്ന് അലിയുന്നത് വരെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ബ്രെഡ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ സാധാരണ പോള ഉണ്ടാക്കുമ്പോൾ ബ്രെഡും പാലും ഒന്നും ഉപയോഗിക്കാറില്ല. എന്നാൽ ഇവ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമുക്ക് നൽകുന്നത്. ഇനി ഈ മുട്ടയുടെ മിശ്രിതം ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് പോള ഉണ്ടാക്കാൻ ആവശ്യമായ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല പഴുത്ത ഒരു മീഡിയം വലുപ്പത്തിലുള്ള പഴമാണ് ഞാൻ ഈ പോള ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഈ നേന്ത്രപ്പഴം ഇനി നമുക്ക് ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 12 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 40 കറുത്ത മുന്തിരി ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഈ പറഞ്ഞ അളവുകൾ തന്നെ എടുക്കണമെന്നില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ തീയിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ രണ്ടും നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഇതിൽ നിന്നും പകുതി എടുത്ത് മുട്ടയുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുക. ബാക്കി പകുതി നമ്മൾക്ക് പോളയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായി മാറ്റിവെക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് കുക്ക് ചെയ്യാനായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ കേക്ക് ട്രേയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് അടിവശത്തും സൈഡിലുമെല്ലാം നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗാർണിഷിനായി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറക്റ്റ് വലിപ്പത്തിലുള്ള ടൈറ്റായ ഒരു അടപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടോ നല്ല ടൈറ്റായി അടച്ചു വെക്കുക. നന്നായി കവർ ചെയ്ത ശേഷം ഒരു പഴയ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ഈ കല്ലൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായ ശേഷം പോളയുടെ പാത്രം നമുക്ക് ഇതിന് മുകളിൽ വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഏറ്റവും ലോയിൽ സെറ്റ് ചെയ്ത് ഒരു 30 to 35 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ചൂട് കൂടിയാൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതുപോലെ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ പോളയുടെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കുക. കത്തിയിലോ സ്ക്യൂവറിലോ ഒന്നും പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ പോള കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ പോളയെ ഒന്ന് കമിഴ്ത്തിയിട്ട് കുക്ക് ചെയ്യണം. അതിനായി ഒരു തുണി ഉപയോഗിച്ച് പിടിച്ച് നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന പാനിന്റെ മുകളിലേക്ക് തന്നെ കമിഴ്ത്തിയിടുക. അതിനുശേഷം ഏറ്റവും ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടി മുകൾ വശം ഒരുപോലെ ലെവലായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കമിഴ്ത്തിയിട്ട് കുക്ക് ചെയ്യുന്നത്. 2 മിനിറ്റിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് പോളയുടെ മുകളിൽ വെച്ച് പോളയുടെ അടിവശം മുകളിലേക്കാക്കി പാനിൽ നിന്നും പോള നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല പെർഫെക്റ്റ് ആയി കുക്കായി കിട്ടിയിട്ടുണ്ട്. നോമ്പുതുറ സമയത്തും 4 മണി ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഉണ്ടാക്കിയ സ്പെഷ്യൽ പോള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്ക് കമൻറ്റുകളായി അറിയിക്കുക. വീണ്ടും നല്ലൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.